ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു മെത്തേഡായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നിങ്ങൾ പലരും നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, അതേപോലെ തന്നെ ഞാൻ പ്രീവിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്ന ഇൻസ്ട്രുമെൻസിൽ ഞാൻ ഒരു 1 ഡേ ബിഫോറായിട്ട് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ ലെവൽസിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുത്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സെബിയുടെ റെഗുലേഷൻസ് കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫോറക്സ് മാർക്കറ്റിലോട്ടും അതേപോലെ US ഇൻഡെക്സിലോട്ടും വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും പറഞ്ഞു തന്നത് എന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ഫ്രെയിംസിനെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രേഡിംഗ് വ്യൂ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഈ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം ഫ്രെയിംസിനെ എല്ലാം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർ ചെയ്തിടാം. അപ്പോൾ ഇത്രയും ടൈം ഫ്രെയിംസിനെ വെച്ചായിരിക്കും നമ്മൾ ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇത് ഒരു ടൈപ്പ് ലെവൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്നത് കുറേ കാര്യങ്ങളെ കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പേ ലെവൽ മാസ്റ്ററി എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ലെസ് ദാൻ 10 ആൾക്കാർ മാത്രമേ അതിന് ജോയിൻ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളൊരു ഫീ കൊടുത്ത് അവർ പഠിച്ചതാണ്. പക്ഷേ അതിൻ്റെ തന്നെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഗോൾഡാണ്. ഇതേ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏത് ചാർട്ടിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതൊരു ചാർട്ടിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത്യാവശ്യം ലിക്വിഡിറ്റിയും അതേപോലെ തന്നെ അത്യാവശ്യം ട്രേഡ് വോളിയം നടക്കുന്ന ഏതൊരു ചാർട്ടിലും നിങ്ങൾക്ക് ഇതേ ഒരു മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി, ഡെയിലി, 4 അവർ, 2 അവർ, 1 അവർ, 30 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ട്രേഡ് എടുക്കുന്ന ടൈം ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റും 5 മിനിറ്റും ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഈ 3 മിനിറ്റും 5 മിനിറ്റ്സിന് നമ്മളൊരു എൻട്രി എടുക്കുന്ന ടൈം ഫ്രെയിം ആയിട്ട് കരുതുക. അതേപോലെ തന്നെ നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് നമുക്ക് എന്തിനെയൊക്കെ എടുക്കാം, വീക്ക്ലി, ഡെയിലി, 4 അവർ, 2 അവറിനെ എടുക്കാം. അതേപോലെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്ന ടൈം ഫ്രെയിംസ് ആയിരിക്കും 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 അവർ എന്ന് പറയുന്ന ടൈം ഫ്രെയിം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഗോൾഡിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാം ഗോൾഡ് ഒരു ദിവസം എത്ര പോയിന്റ് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഈ ഒരു ടൈംസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഗോൾഡ് ഓൾമോസ്റ്റ് ഒരു 3% അപ്പ് സൈഡിലോട്ടോ അല്ലെങ്കിൽ 3% ഡൗൺ സൈഡിലോട്ടോ ആയിരിക്കും മൂവ് തരുന്നത്. അപ്പം നമ്മൾ അന്നത്തെ ഡേ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്ന ടൈമിൽ ഗോൾഡ് എത്ര മൂവ് ചെയ്തെന്ന് നോക്കണം. നമ്മൾ ചിലപ്പം ലണ്ടൻ സെഷനിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷനിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗോൾഡ് ഓൾമോസ്റ്റ് ഒരു 0.5% മൂവ് ചെയ്തെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ 0.5 മൂവ് ചെയ്തെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എത്രയാണ്, മാക്സിമം പോയി കഴിഞ്ഞാൽ ഗോൾഡ് ഒരു ഡേ ഒരു 3%. അപ്പോൾ ഇപ്പോഴത്തെ ടൈമിലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബഫർ ഇടാം. അതേപോലെ തന്നെ മാക്സിമം അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിലും ഒരു 3% നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു 2 കാര്യം നിങ്ങൾ മൈൻഡ് ചെയ്യുക. കാരണം മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഡേയ്സിലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വന്നതിന് ശേഷം കുറച്ച് സ്വിങ്സുകൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ സ്വിങ്ങുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് SMC, ഞാൻ പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ SMCയുടെ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നമുക്ക് റഫായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലോട്ട് വന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ലോയെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് ഇപ്പം നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ നമുക്ക് കുറേ മാർക്കിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഏരിയാസിനെ കൂടി നമ്മൾ ഒരുമിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
പക്ഷേ തിരിച്ച് ഈ ഒരു ലോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബയേഴ്സ് വന്നു, ഇവിടുന്ന് സെല്ലേഴ്സ് വന്നു, ഇവിടുന്ന് വീണ്ടും ബയേഴ്സ് വന്നു, ഇവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് വന്നതിന് ശേഷം വീണ്ടും ബയേഴ്സ് ഇവിടെ നിന്നു. ആ ഒരു ബയേഴ്സിന് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആ ഒരു സെല്ലേഴ്സ് എന്ത് ചെയ്തു, ഈ ഒരു ലോയെ ടേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു ബെയറിഷ് ട്രെൻഡിലോട്ട് പോയി എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു ലോയെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് ഈ ഒരു പുൾ ബാക്ക് എടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യും, ഈ ഒരു കംപ്ലീറ്റ് സെഷനെ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഒരു കംപ്ലീറ്റ് സെഷനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെഷനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് രണ്ടേ രണ്ട് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ സെക്ഷൻ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ഒരു 2 സെഷനെ നമ്മൾ നോക്കത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഇൻട്രാഡേ ട്രേഡറാണ്. അപ്പോൾ നമ്മുടെ ലെവൽസും അതേപോലെ നമ്മൾ ഈ ചാർട്ടിനെ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മിനിമം ലൈൻസ് നമുക്ക് കണ്ടാൽ മതി. നമുക്ക് ഓവർ ലൈൻസോ കാര്യങ്ങളോ കണ്ടതിന് ശേഷം നമുക്ക് ഓവർ ഇതൊന്നും ആവേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഏത് ഏരിയ ആയിരിക്കും, വേണ്ട ഈ ഒരു ക്യാൻഡിൽ തൊട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ വരെ ഉള്ള ഏരിയാസിനെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീക്ക്ലി അനാലിസിസ് കൂടെ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 2 ലെവൽസ് കിട്ടി. അപ്പോൾ നമ്മുടെ ഇനിയുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു ബെയറിഷ് ട്രെൻഡാണ്. പക്ഷേ മോസ്റ്റ് പ്രോബബിളി മാർക്കറ്റിന് വേണമെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് വരാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട് വരാം. ഇപ്പോൾ നമുക്ക് 2 എക്സ്പെക്റ്റേഷൻ, മാർക്കറ്റ് ഇനി കമ്മിങ് വീക്സിൽ അല്ലെങ്കിൽ ഒരു മന്ത് സ്പാനിൽ ഗോൾഡിനെ മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ലെവലിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ടോ ആണ്. ആ ഒരു ലെവൽ ഏതൊക്കെയാണ്, 4,096 എന്ന് പറഞ്ഞ ലെവലും 5,410 എന്ന് പറഞ്ഞ ലെവലുമാണ്. അപ്പോൾ ഈ ഒരു 2 ലെവലിലോട്ടായിരിക്കാം ഇനി ഗോൾഡ് മൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡെയിലിയിലോട്ട് വന്നു. ഡെയിലിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിനി ആകെ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹൈയിൽ നിന്ന് ആ ഒരു ലോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സ്ട്രക്ചർ മാപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ലോ ആയിട്ട് എടുക്കാം. ബയേഴ്സ് ഇവിടുന്ന് ആക്റ്റീവായി, അതിനുശേഷം ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിങ് നടന്നു. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് റീസെൻ്റ്ലി ഉണ്ടാക്കിയ ഒരു ഹൈയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്കിനി നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ ലെവൽസ് മാർക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് കിട്ടിയ സ്വിങ് ഏതാണ്, ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ സ്വിങ്. ഇവിടെ ഒരു സെല്ലേഴ്സ് വന്നതിന് ശേഷം സെല്ലിംഗ് പ്രഷർ കൊണ്ടുവന്നു, തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നു നിന്നു. പക്ഷേ ഈ ഒരു ലെവലിനെ നമ്മൾ ഹൈ ആയിട്ട് മാർക്ക് ചെയ്യാഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ വന്നത് ലോ ചെയ്ത് ബ്രേക്ക് ചെയ്തില്ല. അങ്ങനെ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ലെവലാണ്. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് ഈ ചാർട്ടിലെ ഡെയിലി അനാലിസിസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് സ്വിങ് അനാലിസിസ് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക, ലൈക്ക് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതേപോലത്തെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അല്ലാതെ റാൻഡമായിട്ട് വന്ന് കുറേ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ അവിടെ ഇവിടെയും കാണും, അല്ലാതെ ഇതേപോലെ സ്ട്രക്ചറായിട്ട് നിങ്ങൾക്ക് അധികം ആരും പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഈ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിലായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത പാർട്സിന് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആവുക. കാരണം എനിക്കറിഞ്ഞൂടെ എത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന്. ചിലപ്പോൾ ഒരു 100-150 ആൾക്കാർ കാണുകയാണെങ്കിലും അവരിത് ഫുള്ളി കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഓരോരുത്തരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡെയിലി സ്വിങ് അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ 4 ഹവറിലോട്ട് നമ്മൾ വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് 15 മിനിറ്റ് കാണിച്ചിട്ട് പോകും. ഇത് ഏത് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ US30 ഒരു കംപ്ലീറ്റ്, ഞാൻ ഓൾമോസ്റ്റ് ഒരു 4-5 മന്ത്സ് ഞാൻ ഫോർവേഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഇമേജസും എല്ലാം ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പാറ്റേണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ നമുക്ക് ഗോൾഡിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് ചെയ്തത്, നമ്മൾ ഡെയിലിയും അതേപോലെ വീക്ക്ലിയും അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വരാനായിട്ട് പോകുന്നത് 4 ഹവർ ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ 4 ഹവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഏതൊക്കെ സ്വിങ്സ് ആയിരിക്കും നോക്കുന്നത്, ഈ ഒരു ഏരിയയിൽ നിന്ന്
ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഏരിയയിൽ നമുക്ക് കുറേ സ്ട്രക്ചർ ഷിഫ്റ്റുകൾ വരുന്നതായിട്ടും ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റുകളെ മാർക്കറ്റ് ഫെയിൽ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോ സ്വിങ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോവാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ജസ്റ്റ് നമുക്ക് ഈ സ്വിങ്സിനെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് പോവാം. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കാണും. പക്ഷേ നമ്മൾ കുറേ നാളായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഡൗട്ടും അല്ലെങ്കിൽ ഞാനിപ്പോൾ പടയെന്ന് വരച്ചു പോയി, നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്തായിരിക്കും നിങ്ങളിത് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്, ഇവിടെ നിന്നൊരു സെല്ലേഴ്സ് വന്നു, ബയേഴ്സ് വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സ്വിങ്സിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്വിങ്സുകളാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പോയതാണ്. നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് ഇതൊരു നല്ലൊരു ബെയറിഷ് ട്രെൻഡാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സൈഡിലോട്ടുള്ള സ്വിങ്സുകൾ വളരെ സ്മോളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ബയേഴ്സ് വളരെ വീക്കാണ്. ആ ഒരു റീസൺ കൊണ്ടാണ്. ഈ ലോജിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്, ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ചാർട്ടിൽ നോക്കിയിരുന്ന് നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഫോളോ ചെയ്തതിൻ്റെ ലെന്തും ഈ അപ്സൈഡിലോട്ട് വന്നതിൻ്റെ ലെന്തും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു അപ്സൈഡ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഇതൊരു സെല്ലേഴ്സ് മാർക്കറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടോ, മാർക്കറ്റ് എപ്പോഴാണ് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യാനായിട്ട് പോയത്, ആ ഒരു സ്വിങ് ഒരു വലിയ സ്വിങ് ആയ ടൈമിൽ എന്ത് ചെയ്തു, ബയേഴ്സ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ബയേഴ്സ് വളരെ സ്മോൾ ആയിരുന്നു. പക്ഷേ ഏത് ടൈമിലാണോ കുറച്ചധികം ബയേഴ്സ് അവിടെ വന്നത്, ആ ഒരു ടൈമിലാണ് നമുക്ക് അപ്സൈഡിലോട്ട് മൂവ് വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു ഏരിയ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈയെ മാർക്കറ്റ് ടേക്ക് ചെയ്തില്ല. ഈ ഒരു ഹൈയെ മാർക്കറ്റ് ടേക്ക് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതിൻ്റെ റീസൺ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്വിങ്ങിനെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ വരയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു സ്വിങ്ങിനെ ടേക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരച്ചാലും നിങ്ങൾക്കത് ശരിയായിട്ട് നോക്കാം. ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കാത്തത് ഒരു സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ചാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, പിന്നെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാരണം ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഹയർ ലോ. അപ്പോൾ ഈ ഒരു ഹയർ ലോയെ ടേക്ക് ചെയ്ത് ഏതാണ്, ഈ ഒരു പോയിന്റിലാണ്. ആ ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, വീണ്ടും ആ ഒരു വീണ്ടും ഉണ്ടായ ബയേഴ്സ് നേരത്തെ ഉണ്ടാക്കിയ സെല്ലേഴ്സിൻ്റെ അത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു ബൈയിങ് നല്ല രീതിയിൽ വരുന്നില്ലാത്തതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിനി ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ ഇങ്ങനൊരു പാറ്റേൺ വരയ്ക്കുക, അതിൻ്റെ ലാസ്റ്റ് വരുന്ന സ്വിങ്സിനെ മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ലാസ്റ്റായിട്ട് അവിടെ നിൽക്കുന്ന സ്വിങ്സ് ഏതൊക്കെയാണ്, ഈ ഒരു ഏരിയ, അതേപോലെ ഈ ഒരു ഏരിയ, നമുക്ക് ഈ ഒരു സ്വിങ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഏരിയ. യെസ്, അപ്പോൾ നമുക്ക് ഇത്രയും സ്വിങ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ 4 hour വരെയുള്ള അനാലിസിസ് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ലെവൽസ് കിട്ടി, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 2 3 4 5. അപ്പോൾ ഇത്രയും ലെവൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ വരുന്ന ഒരു മന്തിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു ലെവൽസ്. അപ്പോൾ ഇനി എപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ലെവൽസ് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു മിഡിലാണ് നിൽക്കുന്നത്, ഈ ഒരു ലെവൽ. അപ്പോൾ ഇനി മാർക്കറ്റ് ഈ ഒരു ലെവൽസിലോട്ടായിരിക്കും മാർക്കറ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഹയർ ടൈം ഫ്രെയിം അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്തത്
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ലോവർ ടൈം ഫ്രെയിം നെക്സ്റ്റ് പാർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ ആയിരിക്കും നമ്മൾ വളരെ പെട്ടെന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, 4 hour വരെയുള്ള അനാലിസിസ് വെച്ച് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കിട്ടി. ഇത്രയും ലെവൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് തീരുന്ന ഈ ഒരു ലെവൽസിലോട്ടൊക്കെ മാർക്കറ്റിന് പോസിബിളി ഇത്രയും ലെവൽസിലോട്ടും ഇത്രയും ഡൗൺ സൈഡിലോട്ടും വരാനാണ് കമ്മിങ് വീക്സിലും കമ്മിങ് മന്തിലും ചാൻസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ലെവൽസിൽ എങ്ങനെ ആയിരിക്കും മാർക്കറ്റിന് നെക്സ്റ്റ് വരുന്ന ഡേയ്സിലൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഈ ലെവൽസ് മാർക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോൾ വീഡിയോ കണ്ടതുപോലെ തന്നെ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കുറച്ചും കൂടി ടോപ്പിക്കിലോട്ട് ആയിരിക്കും പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 hour 1 hour 30 minutes 50 minutes പറയുന്ന സെഷനിലാണ്. ഇവിടെ നമ്മൾ ഈ ഒരു 2 hour 1 hour ലെവൽസ് നമുക്ക് ഡെയിലി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പാർട്ടിലോട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം ഇത്രയും ലെവൽസിന് നിങ്ങൾക്ക് എപ്പോഴും ചാർട്ടിലങ്ങ് ആഡ് ചെയ്തിടാം. ഇതിനെ നിങ്ങൾ ഈ ലെവൽസിന് തീരുന്നത് വരെ നിങ്ങൾ ഈ ലെവൽസിന് അധികം ചേഞ്ചസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ 2 hour 1 hour 30 minutes 50 minutes നിങ്ങൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. 2 hour 1 hour നിങ്ങൾ വീക്കിലി ഒരു 2 or 3 times നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. 15 minutes 30 minutes ഡെയിലി എന്തായെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലുമായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിലുള്ള ലെവൽസും കൂടി കിട്ടും. ഇനി അത് കൂടാതെയും പല കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് കമ്മിങ് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.